ഇപ്പം മൊത്തം സോഷ്യൽ മീഡിയയിൽ പരന്നിരിക്കുന്നത് സ്ത്രീകൾക്ക് കിട്ടിയിരിക്കുന്ന പ്രത്യേക ആ, നിയമ ആനുകൂല്യം വെച്ചുകൊണ്ട് പുരുഷന്മാരെ ചൂഷണം ചെയ്യുകയാണെന്നാണ്. പക്ഷെ ഒരിക്കലും ഇതിപ്പോൾ ഇങ്ങനത്തെ ഷിംജിതമാർ വിരലിലെണ്ണാവുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ. പക്ഷേ യഥാർത്ഥമായി ചൂഷണം അനുഭവിക്കുന്ന സ്ത്രീകൾ വീഡിയോ എടുത്തേ മതിയാവൂ. ഇത് ഇപ്പോഴത്തെ ഈ ബഹളങ്ങളൊക്കെ കാരണം ഇപ്പോൾ ഞരമ്പന്മാർക്കുള്ള ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത്. അതേപോലെ ഇപ്പോൾ പുരുഷ കമ്മീഷൻ വരുന്നെന്ന് പറയുന്നുണ്ട്. പുരുഷ കമ്മീഷൻ വന്നിട്ട് എന്താണ്, ഈ ഞരമ്പന്മാർക്ക് സപ്പോർട്ട് ചെയ്യാനാണോ? അതൊന്നും ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് കണ്ട് ഈ ബഹളം ഒന്നും കേട്ടിട്ട് സ്ത്രീകൾക്ക് പ്രതികരണശേഷി നഷ്ടപ്പെടേണ്ട ആവശ്യവുമില്ല. സ്ത്രീകൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കുക തന്നെ വേണം. കാരണം ഞരമ്പന്മാരായ ആളുകളെ നമ്മളെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സഹയാത്രികയോട് മോശമായി പെരുമാറുന്നത് നാം കാണാൻ ഇടവരികയോ ചെയ്യുകയാണെങ്കിൽ അവരുടെ വീഡിയോ തീർച്ചയായും എടുക്കണം. അതെടുത്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുക തന്നെ വേണം. അവർ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. നിയമം നമ്മുടെ കൂടെ തന്നെയുണ്ട്. നേരായ പ്രവൃത്തി മാത്രം നാം ചെയ്യുക. ബസ്സിൽ വെച്ച് നടന്ന ലൈംഗികാരോപണത്തിൻ്റെ പേരിൽ അപമാനഭാരം താങ്ങാനാവാതെ ജീവിതം അവസാനിപ്പിച്ച ദീപകിൻ്റെ വീടും ഞാൻ താമസിക്കുന്ന സ്ഥലവും തമ്മിൽ ഏകദേശം 4 സ്റ്റോപ്പുകളുടെ വ്യത്യാസം. അത്രയും ദൂരമാണ് ഞങ്ങളുടെ 2 വീടുകളും തമ്മിലുള്ളത്. ഈ വിഷയം എല്ലാവർക്കും അറിയാവുന്നതാണെന്ന് കരുതുന്നു. കാരണം കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ചാനലിലും അതേപോലെ സോഷ്യൽ മീഡിയയിലുമൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് മാത്രമായിരുന്നു ചർച്ചയുണ്ടായിരുന്നത്. അറിയാത്തവർക്കായി ഒന്നുകൂടെ പറയാം. ദീപക് എന്ന് പറയുന്നത് കോഴിക്കോട് ഗോവിന്ദപുരത്തുള്ള ഒരു സെയിൽസ് എക്സിക്യൂട്ടീവാണ്. അദ്ദേഹം തൻ്റെ ബിസിനസ് ആവശ്യാർത്ഥം പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പയ്യന്നൂർ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതിനായിട്ട് ഒരു ബസ്സിൽ കയറുന്നു. ആ ബസ്സിൽ വെച്ച് ഒരു യുവതി ദീപക് തന്നോട് അപമര്യാദയായി പെരുമാറി അല്ലെങ്കിൽ ലൈംഗിക ചുവയോടുകൂടെ പെരുമാറി എന്ന് പറഞ്ഞിട്ട് ദീപകിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ പോസ്റ്റ് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മില്യൺ കണക്കിന് ആളുകളിലേക്ക് ഷെയർ ചെയ്യപ്പെടുകയും അങ്ങനെ ഇത് വൈറലായി. ഈ വാർത്തയറിഞ്ഞ ദീപക് വളരെ മാനസികമായി തകരുകയും പിന്നീടുണ്ടായ സൈബർ ആക്രമണത്തിലും അപമാനഭാരത്താലും അടുത്ത ദിവസം സ്വന്തം വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. ഈ വിഷയത്തിൽ യുവതിയായ ഷിംജിത 2 ദിവസം ഒളിവിലായിരുന്നു. നിലവിൽ അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ അവർ മഞ്ചേരി വനിതാ ജയിലിലാണുള്ളത്. നടപടിക്രമമനുസരിച്ച് സാധാരണയായി ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നേരെ സ്റ്റേഷനിൽ എത്തിച്ച ശേഷമാണ് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകാറ്. എന്നാൽ ഇവിടെ ഷിംജിതയുടെ കാര്യത്തിൽ വടകരയിലുള്ള ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്ന അവരെ മഫ്റ്റിയിലെത്തിയ പോലീസ് അവിടെ നിന്ന് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത് പോലീസ് വാഹനത്തിലല്ല, അത് അവരുടെ തന്നെ മറ്റൊരു വാഹനത്തിൽ കയറ്റിയാണ് വൈദ്യപരിശോധനയ്ക്കായി നേരിട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് പ്രതിയെ കൊണ്ടുവരുന്നതും കാത്ത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൻ്റെ പരിസരത്ത് തിങ്ങിക്കൂടിയിരുന്ന ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് പോലീസ് നേരെ ഷിംജിതയെയും കൊണ്ടുപോയത് കുന്നമംഗലം കോടതിയിലേക്കാണ്. അത് പോയത് തന്നെ ഊടുവഴികളിലൂടെയാണ്. നേരിട്ട് പോവുകയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വഴിയാണ് കുന്നമംഗലത്തേക്ക് പോകാനുള്ള ഏറ്റവും നല്ല ആക്സസ്. അത് ഉപയോഗിക്കാതെ മറ്റു വഴികളിലൂടെയാണ് കോടതിയിലേക്ക് പ്രതിയെ എത്തിച്ചത്. അവിടെ നിന്ന് നേരെ മഞ്ചേരി വനിതാ ജയിലിലേക്കും. മരണപ്പെട്ട ദീപക് അച്ഛൻ്റെയും അമ്മയുടെയും ഏക മകനാണ്. അദ്ദേഹം വിവാഹിതനാണെങ്കിലും വിവാഹം വേർപെട്ട രീതിയിലാണ് ഇപ്പോഴുള്ളത്. ഒരു മകനുണ്ട്. കോഴിക്കോട്ടുള്ള ഒരു ഗാർമെൻറ്റ്സ് കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവായി ജോലി ചെയ്യുന്ന ദീപക് 7 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പല ഡീലേഴ്സിനും ദീപകിന് നല്ല പരിചയമുണ്ടായിരുന്നു. അപ്പം ദീപക് ഓരോ യാത്രകളിലും ഓരോ പുതിയ മോഡൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ ഗാർമെൻറ്റ്സിൻ്റെ സാമ്പിളാണ് ഇത് കാണിച്ചിട്ടാണ് അവർ ഷോപ്പുകളിൽ നിന്ന് ഓർഡർ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓർഡർ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു യാത്രയിലാണ് അന്നേ ദിവസം, അതായത് ജനുവരി 16-ാം തീയതി ദീപക് പയ്യന്നൂരേക്ക് പോയത്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി പിന്നെ അവിടെ നിന്ന് പയ്യന്നൂർക്കുള്ള KSRTC ബസ്സിൽ യാത്ര തുടരുകയായിരുന്നു. അയാൾ ബസ്സിനകത്തേക്ക് കയറുമ്പോൾ അയാളുടെ ഷോൾഡറിലൊരു ബാഗുണ്ട്.
ആ ബാഗ് അയാൾ ബസ്സിനകത്ത് കയറി കഴിഞ്ഞാൽ അയാൾ അത് കയ്യിൽ പിടിക്കുന്നതായിരിക്കും. കാരണം അയാളുടെ തോളിൽ ആ ഉം, ആ വീഡിയോയിൽ അയാളുടെ തോളിൽ ബാഗില്ല. പക്ഷേ ബസ്സിൽ കയറുന്ന വീഡിയോയിൽ അയാളുടെ തോളിൽ ബാഗുണ്ട്. അപ്പോൾ അതായത് അയാൾ ആ തോളിൽ നിന്ന് ബാഗ് എടുത്ത് കയ്യിൽ പിടിച്ചതായിരിക്കും. അപ്പം അങ്ങനെ നിൽക്കുമ്പം ഷാജിദ ഇരിക്കുന്ന അവൾ ഇരിക്കുകയോ നിൽക്കുകയോ എന്ത് തന്നെ ആയാലും അവളൊരു റൈറ്റ് സൈഡിലാണുള്ളത്, ഇയാൾ ബസ്സിൻ്റെ ലെഫ്റ്റ് സൈഡിലാണുള്ളത്, അവളുടെ മുൻപിലായിട്ടാണുള്ളത്. അപ്പം ഒരു യുവതിയോട് ഇയാൾ അപമര്യാദയായി പെരുമാറുന്നത് കണ്ടിട്ട് ആ യുവതി അസ്വസ്ഥത കാണിക്കുന്നത് കണ്ടു. അതിൻ്റെ ഫലമായിട്ടാണ് വീഡിയോ പിടിക്കാൻ തുടങ്ങിയതെന്നാണ് ഷിംജിത പറയുന്നത്. പക്ഷേ ഇന്ന് പിന്നെ പോലീസ് റിപ്പോർട്ട് പ്രകാരം ഷിംജിതയുടെ ഫോണിൽ 7 വീഡിയോകൾ ഉണ്ടായിരുന്നു. ദീപക് ബസ്സിൽ കയറുന്നത് മുതൽ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു യാത്രക്കാരൻ ബസ്സിൽ കയറുന്നത് മുതലേ ഒരാളുടെ വീഡിയോ എടുക്കേണ്ട കാര്യം എന്തെന്നാ? അയാൾ എന്ത് ബുദ്ധിമുട്ടാണ് ആ കയറുന്ന സമയത്ത് മറ്റുള്ളവർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇത് വ്യക്തമായും കൃത്യമായും ഒരു റീൽസിന് വേണ്ടി ഒരു കണ്ടൻറ്റ് തരപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ്, അതേ തയ്യാറെടുപ്പോടു കൂടിയാണ് ക്യാമറയും ഓൺ ചെയ്ത് പിടിച്ചിരുന്നതാണ് ഈ ഷിംജിത. അപ്പോൾ ഇത് പല ആംഗിളുകൾ എടുക്കുന്നുണ്ട്. ഒരു ഒരു സമയത്ത് റൈറ്റ് സൈഡിൽ നിന്ന് പിന്നെ ക്യാമറ ഓണാക്കിയിട്ട് ദീപക്കിൻ്റെ നേരെ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇയാൾ ഇതൊന്നും അറിയാതെ വളരെ അയാളുടേതായ ലോകത്ത്, അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പല ചിന്തകളുണ്ടാവും, വേറെ എവിടേക്കും ശ്രദ്ധിക്കാതെ അയാൾ അവിടെ നിൽക്കുന്നതായിട്ടാണ് ക്യാമറയിൽ കാണുന്നത്. ദീപകിൻ്റെ റൈറ്റ് സൈഡിലുണ്ടായിരുന്ന ഷിംജിതയെ പിന്നീട് കാണുന്നത് ദീപകിനോട് ചേർന്നുള്ള ഭാഗത്താണ്. ദീപകിൻ്റെ കൈമുട്ടിനോട് ചേർന്നുള്ള ഭാഗത്തായിട്ടാണ് നിൽക്കുന്നത്. അതായത് അവർ ബസ്സിൽ നിന്ന് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഈ സമയത്തും ഷിംജിത വീഡിയോ എടുക്കുന്ന തിരക്കിലായിരുന്നു. പാവം ദീപക് ഒന്നും അറിഞ്ഞു കാണില്ല. നമ്മൾ സാധാരണയായിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആരാ തട്ടുന്നത് മുട്ടുന്നതെന്നൊന്നുമല്ല സ്ഥിതിക്ക് നമ്മൾ സുരക്ഷിതമായിട്ട് ആ ബസ്സിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളതാണ് എല്ലാവരുടെയും ശ്രദ്ധ. അല്ലെങ്കിൽ പിന്നെ ഈ ഷിംജിതയുടെ പുറകിലായിരിക്കണം ഈ ദീപക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം ഷിംജിതേനെ മിസ്യൂസ് ചെയ്തു ടച്ചിൽ കൂടെ എന്ന് പറയാം. ഇത് നേരെ മുമ്പിൽ നിൽക്കുന്ന ആൾ എങ്ങനെയാണ് ഈ വ്യക്തിനെ പിന്നെ ഇങ്ങനെ സ്പർശിക്കുക എന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ദീപക്കിനോട് കുറച്ചുകൂടെ അടുത്തേക്ക് നിന്നിട്ട് അയാളുടെ കൈമുട്ടിലേക്ക് തൻ്റെ നെഞ്ചുഭാഗം അടുപ്പിച്ചുകൊണ്ടാണ് പിന്നീട് കാണുന്നത്. അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു ക്യാമറയിൽ ഫോക്കസ് ചെയ്യണമെങ്കിൽ ആ നെഞ്ചും തൻ്റെ നെഞ്ചും അതേപോലെ ആ ദീപക്കിൻ്റെ കൈഭാഗവും ചേർന്ന് വരുന്ന ഭാഗത്തേക്ക് ഒരു ഫോക്കസ് ചെയ്തെങ്ങാണ്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സെക്കൻഡുകൾക്ക് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പോൾ അത്രയും സമയം ഇവള് അതിനു വേണ്ടി ഒരുങ്ങി അവളുടെ ചെസ്റ്റിനെ അയാളുടെ കൈമുട്ടിലേക്ക് തട്ടിക്കുന്ന വിധത്തിൽ ചേർത്ത് നിർത്തി. ഏതെങ്കിലും ഒരു അന്യപുരുഷൻ്റെ സ്പർശനം, അത് കയ്യിലായിക്കോട്ടെ, പിന്നെ എന്താ പറയുക, ഏതെങ്കിലും ശരീരഭാഗത്താണ്, പ്രത്യേകിച്ച് ഇത്തരം ഭാഗങ്ങളിലാവുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മളെ പ്രതികരണം ഉണ്ടാകുക? നമ്മൾ ഷോക്കടിച്ച പോലെ ആയിരിക്കും. ഏതെങ്കിലും അത് എത്രത്തോളം മാന്യനായാലും എത്രത്തോളം കേമനായാലോ എത്രത്തോളം സുന്ദരനായാലും ഒരു അന്യപുരുഷൻ്റെ സ്പർശനം എന്ന് പറയുന്നത് ഇഷ്ടപ്പെടാത്ത ഒരു സമൂഹമാണ് സ്ത്രീ സമൂഹം. അതിലിപ്പോൾ ഞാൻ പറഞ്ഞതിന് കോൺട്രവേഴ്സി ആയിട്ട് വേറെ ചില ആളുകളൊക്കെ ഉണ്ടാവും. എല്ലാത്തിനും ഉണ്ടല്ലോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അത് ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളെ അതിനായിട്ട് മുട്ടിയിരുങ്ങി നടക്കുന്ന പെണ്ണുങ്ങളുണ്ടെന്നൊക്കെ പറയാം. പക്ഷെ ഉണ്ടാവാം അത് 100-ൽ 1-2 എണ്ണം. അത് അവരുടെ പ്രൊഫഷനും തൊഴിലും അതൊക്കെ രീതികളൊക്കെ അങ്ങനെയായിരിക്കും. അല്ലാതെ സാധാരണഗതിയിലുള്ള ഒരു പെണ്ണും തന്നെ ഒരു അപരിചിതൻ്റെ സ്പർശനം അതറിയാതെ തട്ടിപ്പോയതാണെങ്കിൽ പോലും അന്നേരം തന്നെ പെട്ടെന്ന് മാറി നിൽക്കും. ഇത് ഈ വീഡിയോയ്ക്ക് നല്ലോണം ക്യാമറയിൽ കിട്ടത്തക്ക വിധത്തിൽ പിന്നെ ഫോണ് പിടിച്ച് റെഡിയാക്കി അതിനനുസരിച്ച് തൻ്റെ ഈ ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അതിനുള്ള ടൈം എടുത്തു എന്ന് പറയുന്നതാണ്. അത്രയും സ്പർശനം സ്ലോ മോഷനിൽ കാണിക്കുന്ന വീഡിയോ ആണ്. ചിലപ്പോൾ ഇതൊരു പെട്ടെന്നൊരു ബസ്സിൻ്റെ പിന്നെ ബ്രേക്ക് ഇട്ടില്ല, ഒരു സ്റ്റോപ്പിങ്ങിലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ വന്ന ഒരു ചാഞ്ചാട്ടത്തിൻ്റെ ഇതിൽ ഒരു ഉരസിയ പോലുള്ള ഫീൽ വരുന്നതാവാം. ഇത് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടാണല്ലോ പിന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ വിചാരിക്കും ദീപക്കിനും ഇതിലെന്തോ ചെറിയൊരു പങ്കുണ്ട്, അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ഉരയ്ക്കുന്ന പോലെയുള്ള ഫീൽ വരുന്നു. അതായത് ഈ ബസ് ബ്രേക്ക് ഇടുമ്പോൾ ഉണ്ടാകുന്ന ആ ചാഞ്ചാട്ടത്തിലുള്ള ആ ഉരുതലാണത്. അങ്ങനെ ഉരയ്ക്കുന്ന വന്നിട്ട് ഇവക്കൊന്ന് മാറി നിന്നൂടെ? എന്തേ അവൾ മാറിക്കഴിഞ്ഞു?
അവൾ ആ സുഖം അനുഭവിക്കുകയായിരുന്നു. അവളുടെ മുഖത്ത് ഒരു തരത്തിലും ഒരു പിന്നെ അങ്ങനെ ഒരു അപരിചിതൻ്റെ ഭാഗത്തുനിന്ന് ഒരു ടച്ച് ഉണ്ടായി എന്നിട്ടുള്ള ഒരു ഫീലിങ്ങും ഒരു മുഖത്ത് ഒരു റിയാക്ഷനും കണ്ടില്ലല്ലോ. ഒരു പുഞ്ചിരിയോടെ ഒരു വളരെ ഒരു സംതൃപ്തിയായിരുന്നു അവൾക്കപ്പോൾ. കാരണം ഒരു റീൽസിന് വേണ്ട ഒരു കണ്ടൻറ്റ് ഏകദേശം കിട്ടി എന്നുള്ളൊരു സംതൃപ്തി അതാണ് ഉണ്ടായിരുന്നത്. അവസാനം ഈ സ്റ്റോപ്പ് എത്തിയ സമയത്ത് ബസ് സ്റ്റില്ലായി തോന്നും. ആ സമയത്ത് അയാൾ ഒന്നുകൂടെ തൻ്റെ ബാഗ് ഒന്നുകൂടെ പൊക്കി പിടിക്കുകയോ ഇറങ്ങാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ആ കൈ ഒന്നുകൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചപ്പോൾ ആ കൈ നേരെ ചെന്നിട്ട് ഇവളുടെ ചെസ്റ്റിൽ നന്നായിട്ട് തട്ടുന്നുണ്ട്. അപ്പോൾ ഇവൾക്ക് എന്തോന്ന് അറിയില്ല, ഇവൾക്ക് എന്തോ ഒരു പെയിൻ എന്തോ വന്നത്, പെയിൻ എടുത്ത പോലെ അവളുടെ മുഖത്തിൻ്റെ ഭാവം അന്നേരം മാറി. അതുവരെ ഇങ്ങനെ പ്രസന്നവതയായിരുന്ന ആ മുഖഭാവത്ത് പെട്ടെന്നൊരു എന്താടാ കാണിച്ചതെന്നുള്ളൊരു ഒരു മുഖഭാവം അവളുടെ മുഖത്ത് വന്നു. കാരണം അവൾക്ക് അയാൾ സ്പീഡിൽ കൈ ഇങ്ങോട്ട് ബാഗ് ഇങ്ങോട്ട് കുറച്ചുകൂടി ഇങ്ങനെ കയറ്റി പിടിച്ചപ്പോൾ കൈൻ്റെ ആക്ഷൻ പുറകോട്ട് ഇങ്ങനെ വന്നു. ആ പുറകോട്ട് വന്നപ്പോൾ ഇവിടെ ചെസ്റ്റിൽ അത് ഒന്ന് അയാളുടെ കൈമുട്ടാണ് കൊണ്ടത്. ഒരു പുരുഷൻ്റെ കൈമുട്ട ഒരു ശക്തിയിൽ ബാക്കോട്ട് വരും, എന്നിട്ട് ചെസ്റ്റിൽ പോയി ഇടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പെയിൻ ഉണ്ടാവും. വെച്ച് കൊടുത്തിട്ടല്ലേ. സത്യം പറയട്ടെ, ഈ ബസ്സിൽ ഇത്ര ഞരമ്പ് രോഗികൾ ഇഷ്ടം പോലെയുണ്ട്. കാരണം ഞാൻ എൻ്റെ ആദ്യമായിട്ടുള്ള ബസ് യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ UP സെക്ഷൻ വരെ ഞാൻ വീട്ടിൻ്റെ അടുത്തുള്ള സ്കൂളിലാണ് പഠിച്ചത്. UP വരെ 8th സ്റ്റാൻഡേർഡ് മുതലാണ് ഞാൻ ടൗണിലുള്ള സ്കൂളിലേക്ക് മാറിയത്. അന്ന് മുതലാണ് ഞാൻ ബസ് യാത്ര തുടങ്ങിയത്. തുടങ്ങിയ ആ യാത്രയിൽ അത് തുടക്കകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ പ്രതികരണശേഷി ഇല്ലാത്തൊരു പ്രായം, പ്രതികരിക്കാൻ പറ്റില്ല, ഒരു ഭയമായിരുന്നു. പക്ഷെ എന്നാൽ ആ സമയത്തും എങ്ങനെയെങ്കിലും അവിടെ നിന്ന് മാറാൻ പറ്റില്ല. കാരണം ഇങ്ങനെ കുത്തിത്തിരികി ഈ മാടുകളെ കൊണ്ടുപോകുന്ന രീതിയിലാണ് ഈ പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ ഈ സ്കൂൾ ടൈമിൽ ഉള്ള ബസ്സിൻ്റെ കാര്യം പറയേണ്ട കൂടി തിരക്കി ഞെക്കി ഞെരുങ്ങി അതിനകത്തും കൂടെ വലിയ ബാണക്കെട്ട് പോലുള്ള ബാഗും എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് നീങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ആ ഗതികേടിലും ഇത്തരം തെണ്ടികൾ ആ ബസ്സിനകത്ത് ഇങ്ങനെ കുട്ടികളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് ഇളകാതെ ഒരു പ്രത്യേക സ്ഥലം പിടിക്കും. കാരണം ഈ കണ്ടക്ടേഴ്സ് എന്താ പറയുക, ഉന്തി തിരികെ പുറകോട്ട് പോകും ഇങ്ങനെ ആ ഡോറിൻ്റെ അടുത്ത് നിന്ന് തള്ളി വിടും. അപ്പോൾ ഇവർ ഏത് കുട്ടികളായാലും ഗേൾസിന് പുറകോട്ട് പോകാൻ മടിയാണ്. കുറച്ച് പുറത്തോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നത് ഇത്തരം കാര്യങ്ങളാണ്. അപ്പം ഇത് വളരെ സർവ്വസാധാരണമായിട്ടുള്ള കാര്യമാണ്, ബസ്സിൽ നടക്കുന്നതാണ്. ഇത്തരം തെണ്ടികളെ വീഡിയോ എടുത്തുകൊണ്ട് പിടിച്ച് പോലീസിൽ കേസ് കൊടുക്കുക തന്നെ വേണം. അപ്പം പോലീസിനോട് ഓറലായിട്ട് പോയി നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാൻ കൊടുത്താൽ പോലീസിന് തെളിവ് വേണം. പോലീസിൻ്റെ തെളിവ് വേണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വീഡിയോയിലൊക്കെ പിടിച്ചേ മതിയാവും. ഷിഞ്ചിതയുടെ ഈ പ്രവർത്തനം മൂലം ഇപ്പോൾ മൊത്തം സോഷ്യൽ മീഡിയയിൽ പരന്നിരിക്കുന്നത് സ്ത്രീകൾക്ക് കിട്ടിയിരിക്കുന്ന പ്രത്യേക നിയമ ആനുകൂല്യം വെച്ചുകൊണ്ട് പുരുഷന്മാരെ ചൂഷണം ചെയ്യുകയാണെന്നാണ്. പക്ഷേ ഒരിക്കലും ഇതിപ്പോൾ ഇങ്ങനത്തെ ഷിംജിതമാർ വിരലിലെണ്ണാവുന്ന ആളുകളെ ഉണ്ടാവുള്ളൂ. പക്ഷേ യഥാർത്ഥമായി ഇങ്ങനത്തെ ചൂഷണം അനുഭവിക്കുന്ന സ്ത്രീകൾ വീഡിയോ എടുത്തേ മതിയാവൂ. ഇത് ഇപ്പോഴത്തെ ഈ ബഹളങ്ങളൊക്കെ കാരണം ഇപ്പോൾ ഞരമ്പന്മാർക്കുള്ള ഒരു അനുകൂല സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കാതിരിക്കുകയാണ് വേണ്ടത്. അതേപോലെ ഇപ്പോൾ പുരുഷ കമ്മീഷൻ വരുന്നെന്ന് പറയുന്നുണ്ട്. പുരുഷ കമ്മീഷൻ വന്നിട്ട് എന്താണ്, ഈ ഞരമ്പന്മാർക്ക് സപ്പോർട്ട് ചെയ്യാനാണോ? അതൊന്നും ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഈ സ്ത്രീകൾ പ്രതികരിച്ചു കൊണ്ടേയിരിക്കുക തന്നെ വേണം. കാരണം ഇത്തരം വൃത്തികെട്ട ഞരമ്പന്മാരായ ആളുകളെ നമ്മളെ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ സഹയാത്രികയോട് മോശമായി പെരുമാറുന്നത് നാം കാണാൻ ഇടവരികയോ ചെയ്യുകയാണെങ്കിൽ അവരുടെ വീഡിയോ തീർച്ചയായും എടുക്കണം. അതെടുത്ത് എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുക തന്നെ വേണം. അല്ലാതെ ഇത് ഷിംജിത എന്ന വ്യക്തി ചെയ്ത പോലെ ആ ഒരു വ്യക്തിയുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ, അദ്ദേഹത്തിൻ്റെ മാനത്തിനോ യാതൊരു വിലയും കൽപ്പിക്കാതെ ഒരു സമൂഹ മാധ്യമത്തിൽ കൊണ്ടുപോയിട്ടിട്ട് ഇതാ പബ്ലിക് നിങ്ങൾ വിചാരണ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷേ സ്ത്രീകൾ പ്രതികരണശേഷി നഷ്ടപ്പെടാതിരിക്കുക, പ്രതികരിച്ചു കൊണ്ടേയിരിക്കുക. ആരെയും ഭയക്കേണ്ട കാര്യമില്ല. നിയമം നമ്മുടെ കൂടെ തന്നെയുണ്ട്. നേരായ പ്രവൃത്തി മാത്രം നാം ചെയ്യുക.